into synchronization errors. ഒരു സൈഡ് ഹെഡിങ് എഴുതാം synchronization errors. Synchronization errors. ഓക്കെ, എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയാ. 22 പേരെ ആയിട്ടുള്ളൂ. വി ആർ ഫെമിലിയർ വിത്ത് ദി ടേം സിങ്ക്രണൈസേഷൻ. സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വി ഹാവ് നമ്പർ ഓഫ് പ്രോസസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് റിസോഴ്സ് അവൈലബിൾ. കമ്പ്യൂട്ടറിൽ ഡിഫറെന്റ് പ്രോസസ്സ് റൺ ചെയ്യാണ്. ആൻഡ് നമ്പർ ഓഫ് പ്രോസസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് റിസോഴ്സ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ സർട്ടൻ കണ്ടീഷൻ മീറ്റ് ചെയ്യും. സപ്പോസ് ഡെഡ് ലോക്ക് ഉണ്ടാവാം, ദർ ഇസ് എ ചാൻസ് ഓഫ് റേസ് കണ്ടീഷൻ. ഇങ്ങനത്തെ കേസസ് ഒക്കെ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന സമയത്ത് വരാം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ ഇറേഴ്സ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിനെ സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? 1 by 1 ആയിട്ട് വിത്തൗട്ട് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ അതിനെ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ദർ ഇസ് എൻ എറർ ഇൻ സിങ്ക്രണൈസേഷൻ മീൻസ് പ്രോസസ്സ് വർക്ക് ചെയ്യാനുള്ള റിസോഴ്സസ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടില്ല. ദേ ആർ നോട്ട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇങ്ങനെയൊക്കെയുള്ള കേസ് വരുമ്പോഴാണ് ചാൻസ് ഓഫ് സിങ്ക്രണൈസേഷൻ വരുന്നത്, സിങ്ക്രണൈസേഷൻ ഇറേഴ്സ് വരുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരാളൊന്ന് പറയാൻ പറ്റുമോ? ജസ്ന ഷെറിൻ, സിങ്ക്രണൈസേഷൻ എന്തായിരുന്നു? ഓക്കെ, ഹൈഫൺ എഴുതുക, സിങ്ക്രണൈസേഷൻ ഇറേഴ്സ് ഹൈഫൺ ഇടുക. Different categories of synchronization errors occurs. Different categories of synchronization errors occurs. First one, during deadlock. Second one, race condition. Deadlock, race condition. ഈ 2 പോയിന്റ് മതി. ഓക്കെ, അപ്പം ലോക്ക്ഡ് സിങ്ക്രണൈസേഷൻ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഗോ ഫോർ ലോക്ക് മെക്കാനിസം. എന്തായിരുന്നു സംഭവം? പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഇഫ് എ പ്രോസസ് ഈസ് ട്രൈങ് ടു ആക്സസ് എ ഡാറ്റ, അപ്പൊ അയാൾ എന്ത് ചെയ്യും? ആക്സസ് ചെയ്യും, ദെൻ ലോക്ക് ചെയ്യും ആ റിസോഴ്സിനെ, വിച്ച് മീൻസ് അതർ പ്രോസസ്സിനൊന്നും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നോളജീസ് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ക്ലിയർ ആണോ? സിങ്ക്രണൈസേഷൻ ഇറേഴ്സ് നമ്മൾ പ്രോഗ്രാമിംഗ് പ്രാക്ടീസിൽ ഐഡന്റിഫൈ ചെയ്യണം, അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റണം. അത്രയാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ കോഡിംഗ് ടൈമിൽ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. വൈഷ്ണവി, വിഷ്ണു, ശ്രദ്ധ. ഓക്കെ, then next type of error, lack of unique address. Lack of unique address. Lack of unique address. ഹൈഫൺ ഇട്ട് എഴുതുക. ഒരു എക്സാമ്പിൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. സപ്പോസ് വി ആർ പെർഫോമിംഗ് എ ടാസ്ക് വിത്ത് string concatenation. strcat is the function used for string concatenation. We are concatenating a string src. I have a source string and variable name is src, and another string destn, destination string having the variable name destn. Then I am performing string concatenation. ഇപ്പൊ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ഈ പ്രോഗ്രാം എഴുതിയപ്പം src എന്ന് പറയുന്നതും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതും ഒരേ ടൈപ്പ് വേരിയബിളിനെയാണ് മീൻസ് ഒരു വേരിയബിളിന്റെ എലിയാസ് നെയിം ആണ്. എലിയാസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രോഗ്രാമിന് വേറൊരു നെയിം കൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനെയാണ് എലിയാസിംഗ് എന്ന് പറയുന്നത്. എലിയാസിംഗ് എലിയാസ് ആണ്, വിച്ച് മീൻസ് സോഴ്സും ഡെസ്റ്റിനേഷനും ഒരേ മെമ്മറി ലൊക്കേഷനിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. രണ്ടും സെയിം ആണെന്നുള്ള കേസിലേക്കാണ് ഇത് വരുന്നത്. അപ്പം സോഴ്സും ഡെസ്റ്റിനേഷനും സെയിം ആണെങ്കിൽ ഇതെന്താണ്? ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു പാർട്ട് ഇറർ ആയിട്ട് വരും, ഇറർ. അപ്പം എലിയാസ് നെയിംസ് നമ്മൾ പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഒരു കേസ്. എലിയാസ് നെയിംസ് പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യുക. വി ഹാവ് ടു ഗിവ് യുണീക്ക് അഡ്രസ് ഫോർ വേരിയബിൾസ്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? ഒന്നുകൂടി പറഞ്ഞുതരാം. വി
We are performing string concatenation operation. Concatenation means എന്താ? Content of one string add with the content of other string. Then result നമ്മളൊരു ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിലേക്കായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. മിക്കവാറും നമ്മുടെ സി ലാംഗ്വേജിലാണെങ്കിൽ SRCയിലേക്കായിരിക്കും റിസൾട്ട് വരിക. ഓക്കെ, ഇനി ഞാൻ എഴുതിപ്പോയ എക്സാമ്പിളിൽ കഷ്ടകാലത്തിന് എന്ത് പറ്റി? SRCയും ഡെസ്റ്റിനേഷനും എലിയാസ് നെയിംസ് ആണ്, വിച്ച് മീൻസ് രണ്ടും വേരിയബിൾസ് ആണ്, ഒരു മെമ്മറിയിലായിരിക്കും അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പം എലിയാസ് നെയിംസിനെ വെച്ചിട്ട് ഞാൻ ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ ഇറർ വരും. ഓക്കെ, അപ്പൊ വേരിയബിൾസിന് നമ്മൾ എന്ത് ചെയ്യണം? യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കണം. വേരിയബിൾസ് യുണീക്ക് ആയിരിക്കണം. ഹൈഫൺ ഇട്ട് എഴുതാ. വേരിയബിൾ ഷുഡ് ബി യുണീക്ക്. വേരിയബിൾ ഷുഡ് ബി യുണീക്ക്. Source and destination address to be different. In this example, source and destination address should be different. Simple കാര്യമല്ലേ? ഷഹല ബി ആൻഡ് റോഷൻ നമ്പ്യാർ. Source and destination should be different in this example. അതായത് ഡെസ്റ്റിനേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഒരു സ്ട്രിംഗ് വേരിയബിൾ ആണ്, ആൻഡ് ഓൾസോ SRC is also denoting another string variable. ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കണം, എന്നാലേ നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി an error. നേഹ ആൻഡ് നഫ, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഒരു റെസ്പോൺസ് കൂടി തരുമോ ആരെങ്കിലും? കാർത്തിക്. ദേവിക. താങ്ക് യു. നെക്സ്റ്റ് എഴുതാ അരിത്തമെറ്റിക് എക്സെപ്ഷൻസ്. അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്താണ്? when we are going to an operation divided by 0, അത് ചാൻസ് ഓഫ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ്. there's a chance of unexpected errors. അരിത്തമെറ്റിക് എക്സെപ്ഷൻസ് സൈഡ് ഹെഡിങ് എഴുതാ. ഒക്കറൻസ് ഡിവൈഡഡ് ബൈ 0 നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും പാർട്ടിൽ there is a variable, then a divided by 0 പെർഫോം ചെയ്യേണ്ടി വന്നാൽ എക്സെപ്ഷൻ ആണ്. chance of error. Next, commonly occurring error ആണ് arithmetic exception. ഹൈഫൺ ഇട്ട് ചെയ്ത divided by 0 type error. ഇനി there's a chance of errors when we are using enumerated data type. Enumerated data type. അനുഗ്രഹം എന്ന് പറഞ്ഞ what is enumerated data type? അഞ്ജലി ആർക്കെ? enumerated data type. അഞ്ജലി ലെഫ്റ്റ് ആയി. സംഗീത് ഉണ്ണികൃഷ്ണൻ ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് enumerated data type? നമ്മൾ ഇങ്ങനെ ഡാറ്റ ടൈപ്പ് ഡെഫ് ചെയ്തിട്ടുണ്ടാവും. മീൻസ് യൂസറിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ABCD enumerated data type നമ്മൾ ഡിഫൈൻ ചെയ്തു. ദെൻ നമുക്ക് പ്രോപ്പർലി വാല്യൂസ് കൊടുക്കാം. A = 0 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗോ ഫോർ വാല്യൂസ് ഫോർ ഡിഫറെന്റ് കണ്ടന്റ്സ് ഇൻ എന്യൂമിലുള്ള ഓരോന്നിനും കണ്ടന്റ് കൊടുക്കാം. ഇനി നമ്മൾ എന്യൂം ചെയ്തു വാല്യൂസ്, വി ആർ ഗിവിംഗ് വാല്യൂ ടു ABCD. പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ബൈ മിസ്റ്റേക്ക് നമ്മൾ ഇതിൽ ഇല്ലാത്തൊരു വാല്യൂ X യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അതർവൈസ് Y നമ്മൾ യൂസ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. there is a chance of error. ഓക്കെ, അപ്പം വാല്യൂസ് അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർലി കെയർ ഷുഡ് ബി ടേക്കൺ. കൊളോക്കിയലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു വേണം എന്യൂം പോലുള്ള ഡാറ്റ ടൈപ്പിനെ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യാൻ. കെയർ ഷുഡ് ബി ടേക്ക് ബൈ കൺസിഡറിങ് enumerated ടൈപ്പ് ഡാറ്റ ടൈപ്പ്. ഒരു ഹൈഫൺ എഴുതാ. chance of errors while working with the enumerated type. Chance of errors while working with the enum type അല്ലെങ്കിൽ enum data type നോ എന്തെങ്കിലും എഴുതാം. working with the enum data type.
Care should be taken when assuming the values of enumerated data type. Care should be taken when assuming the values of enumerated data type. Example നോക്കുക. Here we have enum with values A, B, C, D and we are giving value. നമുക്കറിയാം enumerator ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുക്കാം. ഇവിടെയാണെങ്കിൽ A equal to 0, B equal to 45 വാല്യൂ കൊടുക്കാം. Then പ്രോഗ്രാമിൽ നമ്മൾ അറിയാതെ X എടുത്തുപോയി. X is not defined in enum. അതെന്താണ്? ഇറർ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. Then illegal use of and instead of and. Illegal use of and instead of and. പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്നതാണ് ഈ സാധനം. Your and എന്താ സംഭവം? റോഷൻ നമ്പ്യാർ, what is the difference between and double and? Abhinand MC. ആദർശ് വി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആദർശ് വി ലാസ്റ്റ് അവർ ആയതുകൊണ്ട് എല്ലാവരും ചോറുന്നാൻ പോയോ? ദിൽന, വാട്ട് ഈസ് ആൻഡ് ഡബിൾ ആൻഡ്? ഓക്കെ, ഈ ഒരു ആൻഡ് ഫസ്റ്റത്തെ ആൻഡ് നമ്മൾ എവിടെയാ യൂസ് ചെയ്തത്? അഡ്രസ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂവിന് മെമ്മറിയിൽ അഡ്രസ് കൊടുക്കാൻ വേണ്ടി ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നു ഈ ഒരു ആൻഡ്. ഈ ആൻഡ് എന്ന് പറയുന്ന സംഭവം ദിസ് ഈസ് ലോജിക്കൽ ആൻഡ്. ഈ ലോജിക്കൽ ആൻഡ് എന്തിനായിരുന്നു? ടു ചെക്ക് ടു കണ്ടീഷൻ ട്രൂ ആണോ. ലോജിക്കൽ ആൻഡ് മീൻസ് ഇറ്റ് റിട്ടേൺ എ ട്രൂ വാല്യൂ വെൻ ബോത്ത് ദി കണ്ടീഷൻ ആർ ട്രൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലോജിക്കൽ ആൻഡ് നമ്മൾ യൂസ് ചെയ്തു. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0, ഞാൻ ബ്രാക്കറ്റ് ഇടുന്നില്ല കേട്ടോ, തെറ്റാണ്. ആൻഡ് എ ലെസ് ദാൻ 10 ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ ലെസ് ദാൻ 10 വിച്ച് മീൻസ് എ നമ്പർ ബിറ്റ്വീൻ 0 and 10. It returns true value when first condition is true and second condition is true. ഈ ഒരു കേസ് ആണ് ലോജിക്കൽ ആൻഡ്. ഫസ്റ്റ് ആൻഡ് മീൻസ് അഡ്രസ് ഓഫ് എന്ന് പറയുന്ന ആൻഡ് ആണ്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്തത്? വാല്യൂസിന് ഇന്റിജർ ഒക്കെ റീഡ് ചെയ്യുമ്പോൾ എൻ്റർ ദി നമ്പർ %d അഡ്രസ് ഓഫ് എ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ ആണോ? We have to identify the use of and instead of double and. Okay. ഒരാൾ റെസ്പോണ്ട് ചെയ്യും. അതുൽ, മുഹമ്മദ് സിനാൻ. ഓക്കെ അതുൽ, താങ്ക് യു. നെക്സ്റ്റ് സൈഡ് കണ്ടെങ്കിൽ എഴുതാം സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഇറേഴ്സ്. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഇറേഴ്സ്. ഓക്കെ, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഇറേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. നമ്മൾ പ്രോഗ്രാമിൽ സ്ട്രിംഗ് കോപ്പി strcpy പിന്നെ fprintf ഇങ്ങനെയുള്ള കുറെ സ്ട്രിംഗ് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം സ്ട്രിംഗ് നമ്മൾ റീഡ് ചെയ്യുമ്പം അപ് ടു ടെർമിനേഷൻ വരെ റീഡ് ചെയ്യണം. ക്യാരക്ടർ സെർച്ച് ചെയ്യുമ്പോൾ ടെർമിനേഷൻ വരെ മീൻസ് ടെർമിനേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് /0 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസിങ് സ്ട്രിംഗ് ടെർമിനേഷൻ നമ്മൾ റെപ്രസെന്റഡ് ബൈ /0 ആണ്. അപ്പം ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് എൻഡ് ഓഫ് ദി സ്ട്രിംഗ് ഷുഡ് ബി ഐഡന്റിഫൈഡ് വൈൽ പെർഫോമിംഗ് സ്ട്രിംഗ് ഓപ്പറേഷൻ. അതൊന്ന് ഹൈഫൺ എഴുതാം. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഇറേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹൈഫൺ എഴുതാം. എൻഡ് ഓഫ് ദി സ്ട്രിംഗ് ഷുഡ് ബി ഐഡന്റിഫൈഡ്. End of the string should be identified while performing string operation. Then പിന്നെ ഒരു ചാൻസ് ഓഫ് ഇറർ എന്താണ്? ഒരു ഇറർ ചാൻസും കൂടി പറയാം. When we are considering string concatenation, strcat, string concatenate ചെയ്യുമ്പോൾ സോഴ്സിലേക്കാണ് റിസൾട്ട് വരിക എന്നറിയാം. ആൻഡ് വി ആർ ഡെസ്റ്റിനേഷൻ ആണ് ഇതിലേക്ക് സോഴ്സ്
സോറി, സോഴ്സ് ഡെസ്റ്റിനേഷനിലേക്ക് റിസൾട്ട് പോകാന്ന് കരുതുക. ഇപ്പൊ സ്ട്രിംഗ് കൺകാറ്റിനേറ്റ് ചെയ്ത് റിസൾട്ട് ഗോസ് ടു ഡെസ്റ്റിനേഷൻ ആണെന്ന് കരുതുക. ദെൻ ഡെസ്റ്റിനേഷന്റെ സൈസ് കുറവാണ് സോഴ്സിനേക്കാൾ കൂടുതൽ. ഈ ഒരു കേസ് വരുമ്പം ഇറർ വരും. ഒന്നുകൂടി പറയാം. സപ്പോസ് നമ്മളൊരു സ്ട്രിംഗ് വിത്ത് 20 ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നു ഇൻ എ ഡെസ്റ്റിനേഷൻ ഓഫ് സൈസ് 10. അതെന്താണ്? ഇറർ ആണ്. വി ആർ കോപ്പിയിങ് എ സ്ട്രിംഗ് വിത്ത് 20 ക്യാരക്ടേഴ്സ് ഇൻടു എ ഡെസ്റ്റിനേഷൻ ഓഫ് സൈസ് 10 ക്യാരക്ടേഴ്സ്. അതെന്താണ്? ഇറർ ആണ്. അപ്പം സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഇറേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം കോഡിംഗ് ടൈമിൽ. ക്ലിയർ അല്ലേ ഇത്രയും കാര്യം? ഒരു ഹൈഫൺ ഇട്ട് വേണേ എഴുതിക്കോ. ഇറർ ഒക്കർ വെൻ സോഴ്സ് ഓപ്പറൻഡ് സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ. ഇറർ ഒക്കേഴ്സ് വെൻ സോഴ്സ് ഓപ്പറൻഡ് സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ destination. Source operand size is greater than destination. സാരംഗ് പ്രേം ഒന്ന് ഓൺലൈൻ വന്ന്. സാരംഗ് സാരംഗ് ഇതിലെല്ലാം ഓക്കെ അല്ലേ? മെമ്മറി ലീക്ക്, ഓൾറെഡി ഫ്രീയിങ് റിസോഴ്സ്, നൾ ഡീറഫറൻസിങ്, സിങ്ക്രണൈസേഷൻ, ലാക്ക് ഓഫ് യൂണീക്ക് അഡ്രസ്, arithmetic exception, enumerated data type, illegal use of and, string handling errors. ഇതില് കോഡിംഗ് എറർ വെച്ച് ഒരു 4-5 ഓർത്ത് എഴുതാൻ പറ്റൂലേ? ഓക്കെ, അപ്പം ഇതിൽ അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടതാണ് സം ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസസ്. സം ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസസ്. സം ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസസ്. എന്തൊക്കെയാണ് നമ്മൾ ഇത് സിലബസിലെ ഒരു പാർട്ടാണ്, എക്സാമിന് ചോദിക്കാം. എന്തൊക്കെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എഴുതുമ്പം കൺസിഡർ ചെയ്യേണ്ടത്? പ്രോഗ്രാമിംഗ് പ്രാക്ടീസിൽ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? ഫസ്റ്റ് വൺ എഴുതാ കൺട്രോൾ കൺസ്ട്രക്ട് എന്ന് എഴുതാ. കൺട്രോൾ കൺസ്ട്രക്ട്. ഓക്കെ, കൺട്രോൾ കൺസ്ട്രക്ട് പറയുന്നത് ഇതാണ്. നോർമലി നമ്മളുടെ പ്രോഗ്രാമിംഗ് ഫ്ലോ എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഒരു ചെറിയ റെപ്രസെന്റേഷൻ കാണിച്ചു തരാം. നോർമലി പ്രോഗ്രാമിംഗ് ഫ്ലോ എങ്ങനെയാണ്? ലൈൻ ബൈ ലൈൻ ആയിട്ട്, മീൻസ് സീക്വൻസ് പ്രോഗ്രാംസ് എക്സിക്യൂട്ടഡ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. ഇതാണ് നമ്മൾ പഠിച്ചത്. ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്തു. ദെൻ ഇറ്റ് ഇസ് ഗോയിങ് ടു അനദർ സബ് റൂട്ടീൻ ആൻഡ് ഓൾ. ഇങ്ങനെ സബ് റൂട്ടീനിലേക്ക് പോകുന്നു. അപ്പം ഈ പോയിന്റ് എന്ന് പറയുന്നത്, ഈ പോയിന്റിങ് ടു ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു എൻട്രി, ഒരു എക്സിറ്റ്, ആ ഒരു രീതിയിൽ എപ്പോഴും പ്രോഗ്രാമിനെ പ്ലേസ് ചെയ്യുക. ഇവിടുന്ന് ഒരു കൺട്രോൾ വന്നു, ദെൻ ഇവിടുന്ന് ഒരു എക്സിറ്റ്, ഗോയിങ് ടു അനദർ മൊഡ്യൂൾ, അവിടെ ഒരു കൺട്രോൾ ഗോ, അവിടുന്ന് ഒരു എക്സിറ്റ്. അങ്ങനെ അൺഎക്സ്പെക്ടഡ് ജമ്പ്, എക്സിറ്റ്, റിട്ടേൺ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വാല്യൂസ് ഇറേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കൺട്രോൾ കൺസ്ട്രക്റ്റിൽ നമ്മൾ എഴുതുമ്പോൾ 1 എൻട്രി 1 എക്സിറ്റ്, ആ രീതിയിൽ ഓരോ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസ് മാക്സിമം എഴുതാൻ ശ്രമിക്കുക. അതൊരു ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ആണ്. ഒന്നുകൂടി പറയാം, പ്രോഗ്രാം എക്സിക്യൂഷൻ സീക്വൻഷ്യലാണ്, ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ജമ്പ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സബ് റൂട്ടീനിലേക്ക് ജമ്പ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിന് വേറെ സബ് റൂട്ടീനിലേക്കും പോകാം. പക്ഷെ നോർമൽ ഫ്ലോയില് 1 എൻട്രി 1 എക്സിറ്റ് എന്നുള്ള രീതിയിൽ എഴുതുക. ഇൻ ബിറ്റ്വീൻ കുറെ റിട്ടേണും കുറെ ജമ്പും ഒക്കെ വെച്ച് എഴുതുമ്പം എന്തേലും ഇറർ വന്നാൽ ഐഡന്റിഫൈ ചെയ്യുക കുറച്ച് പ്രോബ്ലം ആണ്. ഓക്കെ, കൺട്രോൾ കൺസ്ട്രക്ട് ഹൈഫൺ ഇട്ട് എഴുതാം. ട്രൈ ടു കോഡ് ഇൻ സിംഗിൾ എൻട്രി സിംഗിൾ എക്സിറ്റ് കൺസ്ട്രക്ട്. Try to code in single entry, single exit construct. Okay. Then next term, go-tos. Programming practice go-to എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയാൻ പോവാണ്. പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഗോ ടു എന്ന് പറയുന്നത് കൺട്രോള് നമ്മൾ നേരത്തെ വരച്ചു. സപ്പോസ് വി ആർ ഗോ ടു കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാമിന്റെ വേറൊരു പാർട്ടിലേക്ക് ജമ്പ് ചെയ്യുന്നു.
അനദർ ഗോ ടു വേറൊരു പ്രോഗ്രാമിന്റെ ഒരു പാർട്ടിലേക്ക് ജമ്പ് ചെയ്യുന്നു. പ്രോപ്പർലി നമ്മൾ അതിനെ റിട്ടേൺ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഇതിന്റെ താഴെയുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, സ്കിപ്പ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മിനിമൈസ് ദി യൂസ് ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്, അതാണ് നമ്മളെ നല്ല ഒരു പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. മിനിമൈസ് ദി യൂസ് ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ആണ് നല്ലൊരു പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? നമുക്ക് നോർമലി പ്രോഗ്രാമിംഗ് ഫ്ലോനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അൺഎക്സ്പെക്ടഡ് ജമ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ മിനിമൈസ് ചെയ്യാം. ഗോ ടു ഹൈഫൺ എഴുതാം. മിനിമൈസ് ദി യൂസ് ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഫൈൻഡ് alternatives other than go to. Find alternatives for go to. Go to യൂസ് ചെയ്യുന്നതിലും നല്ലത് അതിന്റെ alternatives എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ വെച്ച് എഴുതുന്നതായിരിക്കും നല്ലത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എഴുതുക, ഫോർവേഡ് ഗോ ടു, അതായത് ഫോർവേഡ് ഡയറക്ഷനിലേക്കുള്ള ഗോ ടു ഈസ് മോർ അക്സെപ്റ്റബിൾ ദാൻ ബാക്ക്വേർഡ് ജമ്പ്. ഫോർവേഡ് ഗോ ടു മോർ അക്സെപ്റ്റബിൾ ദാൻ ബാക്ക്വേർഡ് ജമ്പ്. ക്ലിയർ അല്ലേ? ഗോ ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോവാ, തിരിച്ച് ഇനിഷ്യൽ സ്റ്റേജിലേക്ക് സ്റ്റാർട്ടിംഗ് ഓഫ് ദി പ്രോഗ്രാമിലേക്കൊക്കെ പോകുന്നതിൽ നല്ലത് ഫോർവേഡ് ജമ്പ് ആണ് ഏറ്റവും നല്ലത് ദാൻ ബാക്ക്വേർഡ് ജമ്പ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ഈസ് ഇൻഫർമേഷൻ ഹൈഡിങ്. ഇൻഫർമേഷൻ ഹൈഡിങ് നമുക്ക് ഫെമിലിയർ ആണ്. ദ യൂസ് ഓഫ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. യൂസ് ഓഫ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് വിച്ച് മീൻസ് ഡാറ്റ പാർട്ടും യൂണിറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ്സിലൊക്കെ അബ്സ്ട്രാക്ട് ആയിട്ട് വെക്കുന്നു. ദെൻ ഓൺലി ദി പബ്ലിക് ഫംഗ്ഷൻ ക്യാൻ ആക്സസ് ദി ഇൻഫർമേഷൻ. ഓൺലി ദി പബ്ലിക് ഫംഗ്ഷൻ ക്യാൻ ആക്സസ് ദി ഇൻഫർമേഷൻ. ഈ രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്ന ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു ഹൈഫൺ ഇട്ട് എഴുതാം. Access function for the data structures. Access function for the data structure should be made visible. Should be made visible while hiding the data structure behind this function. While hiding the data structure behind this function. ഒന്നുകൂടി പറയാം. ആക്സസ് ഫംഗ്ഷൻ ഫോർ ദി ഡാറ്റ സ്ട്രക്ചർ ഷുഡ് ബി മെയ്ഡ് വിസിബിൾ വൈൽ ഹൈഡിങ് ദി ഡാറ്റ സ്ട്രക്ചർ ബിഹൈൻഡ് ദീസ് ഫംഗ്ഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈൽ ബി കൺസിഡറിങ് എ ക്ലാസ്. ക്ലാസ്സിന് ഡാറ്റ ഉണ്ടാവും, അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഉണ്ടാവും. ആ ക്ലാസ്സിനുള്ളിൽ പബ്ലിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ എല്ലാ വാല്യൂസിനെയും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. പുറത്ത് ഈ ക്ലാസ്സിന് പുറത്തുള്ള ഒരു ക്ലാസ് ആണ് എങ്കിൽ ആ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ക്ലാസ് പബ്ലിക് ആയിട്ട് കൊടുത്ത വേരിയബിൾസിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്ലാസ്സിൽ കണ്ടന്റ് പ്രൈവറ്റ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റൂല. അപ്പം മേക്കിംഗ് ദി ഫംഗ്ഷൻ വിസിബിൾ, ബാക്കിയുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസിങ് ക്ലാസ് പോലുള്ള ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. സോ ഇൻഫർമേഷൻ ഹൈഡിങ് ഈസ് എ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസസ്. ഇൻഫർമേഷൻ ഹൈഡിങ് ഈസ് ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്. ഓക്കെ, നെക്സ്റ്റ് എഴുതുക യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും. എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഹൈഫൺ എഴുതുക. യൂസ് ഓഫ് enumerated data type. Use of enumerated data type. Use of enumerated data types. User defined data types in example ആണ് enum. Good programming practice. ഇപ്പൊ നമുക്കറിയാം വെദർ റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ എഴുതുമ്പോൾ
നെയിമിംഗ് കൊടുത്തിട്ടുള്ളത്, വിച്ച് മീൻസ് ഹൈ ടെമ്പറേച്ചറിന് വി ക്യാൻ റെപ്രസെന്റ് ബൈ 1 വാല്യൂ, ലോ ടെമ്പറേച്ചറിന് ഒരു വാല്യൂ, കൂളിന് ഒരു വാല്യൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് വി ക്യാൻ പോസിബിൾ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്സ്. അപ്പൊ യൂസ് ഓഫ് പ്രോഗ്രാമിംഗിൽ ഇറേഴ്സ് ഇല്ലാതെ പ്രോപ്പർലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യൂസ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ആണ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എഴുതി ഹൈഫൺ ഇട്ട് എഴുതാം. യൂസിങ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ലൈക്ക് enum, user defined data type like enums properly, അല്ലെങ്കിൽ when it is needed, ആ ഒരു കേസിൽ അത് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൺട്രോൾ കൺസ്ട്രക്ട്, ഗോ ടു, നെസ്റ്റിംഗ് പറയാം, നെസ്റ്റിംഗ് ഇപ്പൊ പറയാം, ഇൻഫർമേഷൻ ഹൈഡിങ്, ദെൻ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ശ്രദ്ധ, കുറെയൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ. വൈഷ്ണവി എം, ഓക്കെ. സംഗീത് ഷഹലായൻ, സംഗീത ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എഴുതാൻ നെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒന്നും കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ, ബോർ അടിപ്പിക്കുന്നില്ല. നെസ്റ്റിങ്ങും വേറെ ഒന്നുകൂടി പറഞ്ഞു നിർത്താം. നെസ്റ്റിംഗ് നമുക്ക് പറഞ്ഞാൽ അറിയാം, കൺട്രോൾ കൺസ്ട്രക്ട് ഇൻസൈഡ് എ കൺസ്ട്രക്ട്, അതിനെയാണ് നമ്മൾ നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ ഇതൊരു എക്സാമ്പിൾ ആണ്. if c1 then s1 else if c2 then s2 else if c3 then s3 else if c4 then s4. This is an example for nesting inside the if then if. ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസിൽ ഈ ഒരു കേസ് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? ഈ താഴെ എഴുതിയ പോലെ റീറൈറ്റ് ചെയ്ത് എഴുതാം. കണ്ടോ, if c1 ആണെങ്കിൽ s1, c2 ആണെങ്കിൽ മാത്രമേ s2 ഉള്ളൂ. അപ്പൊ നമുക്ക് അതെന്ത് ചെയ്താൽ മതി? വേറൊരു ഈഫിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ഇൻസൈഡ് പോയിട്ട് നെക്സ്റ്റ് ചെയ്തിട്ടുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അതിനെ സെപ്പറേറ്റ് ഈഫ് ബ്ലോക്കിൽ സ്പ്ലിറ്റ് ഔട്ട് ചെയ്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം മേലെയുള്ള ആ ഒരു കൺഫ്യൂഷൻ, ലൂപ്പ് ഇൻസൈഡ് പോയി വർക്ക് ചെയ്യുന്ന ആ കൺഫ്യൂഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒഴിവാക്കാം. അപ്പം നെസ്റ്റിംഗ് നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്യുന്നത് ഈസ് എ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്. ഈ ഒരു എക്സാമ്പിൾ അവിടെ എഴുതി വെച്ചേ, ഇഫ് c1 then s1 else if c2 then s2 ന് പകരം രണ്ടിന്റെയും 2 ലൈൻസ് എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് 2 ലൈൻസ് ഇവിടുത്തെ എഴുതാം, ഇവിടുത്തെ 2 ലൈൻസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. 2 സീക്വൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം റിസൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് പ്രോഗ്രാമിൽ റൈറ്റ് ചെയ്യാം. രണ്ടിന്റെയും ഫസ്റ്റ് 2 ലൈൻസ് എന്ന് എഴുതി വെക്കാം. ഷഹല ബി, റൈസ ഖാലിദാൻ, റസാന നിഹാല, ഒന്ന് റെസ്പോണ്ട് ചെയ്ത മക്കളെ. ഓക്കെ, രണ്ടും ചെയ്യുന്നത് ഒരേ കാര്യമാണെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് അതിനെ എഴുതാം. അത്രേ ഉള്ളൂ അതിലെ കാര്യം. ദെൻ സൈഡ് ഇഫക്റ്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈഡ് ഇഫക്റ്റ് സൈഡ് ഇഫക്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സപ്പോസ് വി ഹാവ് ഡിഫറെന്റ് നമ്പർ ഓഫ് മൊഡ്യൂൾസ് ആൻഡ് ദേ ആർ ഷെയറിംഗ് എ കോമൺ ഗ്ലോബൽ വേരിയബിൾ. അപ്പം ഒരു മൊഡ്യൂളിൽ ആ ഗ്ലോബൽ വേരിയബിളിന് ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ആ ചേഞ്ചസ് എവിടെ ഉണ്ടാവും? എൻ്റയർ ബാക്കിയുള്ള മൊഡ്യൂൾസിനും അത് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ വൺ മൊഡ്യൂൾ ഓട്ടോമാറ്റിക്കലി വേറൊരു മൊഡ്യൂൾസിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് അതിനെ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം സൈഡ് ഇഫക്റ്റ് മിനിമൈസ് ചെയ്യുക, യൂസ് ഓഫ് ഗ്ലോബൽ വേരിയബിൾ മിനിമൈസ് ചെയ്യുക. ദാറ്റ് ഈസ് എ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്. Reduce the use of global variables, thereby reducing side effect. Hyphen Teza, during modification of parameters, modifying global variables
modifying global variables, etc. അപ്പം ഈ ഒരു 3, 4, 5, 6 6-ലെ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.